ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റേഴ്സ് ടെക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തമ്മിലിൽ കണ്ടതുപോലെയുള്ള ഒരു നൈറ്റ് ലാമ്പാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പുരയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ലാമ്പാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ നൈറ്റ് ലാമ്പ് ഉണ്ടാക്കാനായി ആദ്യമായി വേണ്ടത് ഇതേപോലെയുള്ള 4 കാർഡ്ബോർഡിൻ്റെ ഷീറ്റാണ്. ഇതേപോലെ നല്ല 4 കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ വീതി വലുപ്പം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് 19.5 സെൻറ്റിമീറ്ററുള്ള ഒരു സൈഡും ഈ സൈഡ് 12.5 സെൻറ്റിമീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഈ ലൈൻ ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ബാക്കി വരുന്ന ഈ ലൈനിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഇത് വരച്ചത് എത്ര ഗ്യാപ്പ് ഇട്ടാണെന്ന് വെച്ചാൽ 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഇത് 4 സൈഡും വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേപോലെ 4 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ 4 എണ്ണം ഉൾഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ പീസും വേണം. ഇതിൻ്റെ മുകൾ ഭാഗത്തായി ഒട്ടിക്കാനായിട്ട് ഇതേപോലെ ഒരു ചെറിയ പീസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 12 സെൻറ്റിമീറ്റർ ചതുരത്തിന് വരുന്ന 4 സൈഡും 12 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പീസും ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കറുപ്പ് കളർ അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിനായി നമുക്ക് ഇതേപോലെ ഒരു മാർക്കർ ഉപയോഗിച്ച് കറുപ്പ് കളർ ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് 5 എണ്ണവും ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഇതേപോലെയുള്ള A4 നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഈ ഉള്ളിൽ ഭാഗത്തായിട്ട് കറക്റ്റായി വരുന്ന രീതിയിൽ നമുക്ക് ഈ A4 കട്ട് ചെയ്ത് ഈ 5 എണ്ണത്തിനും പാകത്തിന് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഒട്ടും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ കൃത്യമായിട്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഭാഗമായി വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിൽ കുറച്ച് ലൈനുകൾ ഇട്ട് കൊടുക്കണം. ഒരു ഡിസൈനിന് നമുക്ക് ലൈനുകൾ വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അത് എങ്ങനെ വരച്ചെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ നേരത്തെ കളർ അടിക്കാനെടുത്ത ആ മാർക്കർ തന്നെ എടുത്തതിന് ശേഷം ഇതേപോലെ ലൈനുകൾ ഇട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് എല്ലാത്തിലും ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്ക് ഇത് നമ്മളുടെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനായി ഇതായിട്ട് ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഫെവിക്കോളാക്കി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അതുപോലെ ഫെവിക്കോളാക്കിയതിന് ശേഷം നമുക്ക് വരച്ച ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 5 എണ്ണവും 4 എണ്ണവും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ 5 എണ്ണം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഇത് ഒരു ചതുരത്തിന് ഒരു ബോക്സ് രൂപത്തിൽ നമുക്കിനി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് എല്ലാ സൈഡും നല്ലവണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചതുരത്തിന് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി വർക്കിലേക്ക് എടുക്കാം. ഇതേപോലെ ചതുരത്തിന് ഒട്ടിച്ച് മുകൾ ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്.
ഒരു ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബൾബ് വെക്കുന്ന ഉറക്കിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഇതിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി വേണ്ടത് ഇതേപോലെ ഒരു പീസാണ്. ഇത് 18 സെൻറ്റിമീറ്റർ ചതുരത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗം 5 സെൻറ്റിമീറ്റർ. ഇത് നമുക്കൊരു പെട്ടി രൂപത്തിൽ മുറിച്ച് ഷേപ്പാക്കി എടുക്കാം. അതിനായി നമുക്ക് ഇനി അടുത്തതായി ഇത് വരവച്ച ഭാഗത്തുനിന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. അധികമാവാതെ കുറച്ച് മാത്രം നമുക്കൊന്ന് ഈ 4 സൈഡും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇത് മടക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് മടക്കിയതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതൊരു പെട്ടി രൂപത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഇതേപോലെ ഒരു ബോർഡർ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾഭാഗം വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഇവിടെ ഒരു ഹോൾ ഇട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ഹോൾ ഇട്ടെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഹോൾ ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ കുടിക്കുന്നതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇവിടെ ബൾബ് ആവശ്യത്തിന് ഇഷ്ടമുള്ള കളർ നമുക്ക് ബൾബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വയർ കൊടുത്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ഇതിൽ വയർ കുടുക്കിയെടുക്കാം. നമുക്ക് ഇനി അടുത്തതായി വയർ ഇടാൻ വേണ്ടി ഇവിടെ ചെറിയ ഹോൾ ഇട്ടെടുക്കാം. ഇതേപോലെ നമുക്കൊരു പെണ്ണ് ഉപയോഗിച്ച് നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് വയർ ഇട്ടതിന് ശേഷം വയർ ഇതിൽ കുടുക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വയർ കുടുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിൻ്റെ മുകൾ ഭാഗം മറ്റിൽ വരുന്ന ടോപ്പിട്ട് ഒന്ന് ഇത് ടൈറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബൾബ് കുടുക്കിയതിന് ശേഷം ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോക്സ് ഇതേപോലെ ഇതിൽ ഫിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് ഇതേപോലെ നിങ്ങൾക്ക് കാണാം. നമുക്കിനി ഇത് രാത്രി ആയതിനു ശേഷം ബൾബ് വെച്ചിട്ടുള്ള വിഷ്വൽസും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ സുഖമായിട്ട് നൈറ്റ് ലാമ്പുകൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നൈറ്റ് ലാമ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോ എത്തുന്നവരേക്കും ദിസ് ഇസ് അബുൽ സൈനിങ് ഔട്ട്.